Hello, welcome to Learning. This is Danya. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും ആണ്. ഓക്കെ ലീനിയർ സെർച്ച് ആണ്. ലീനിയർ സെർച്ച് എന്ന് പറയുമ്പം നമുക്ക് അറയിലുള്ള എല്ലാ എലമെൻസിനെയും ഐറ്ററേറ്റീവ് ആയിട്ട് അവിടെ സെർച്ചിങ് നടക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ബെസ്റ്റ് കേസിൽ ഓർഡർ ഓഫ് 1ഉം വേഴ്സ്റ്റ് കേസിൽ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n-ഉമാണ്. ഓക്കെ, പിന്നെ ഈ ലീനിയർ സെർച്ച് ആൽഗോരിതം എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് സെർച്ച് ആൽഗോരിതം ആണ്. ആൻഡ് ഇറ്റ് ചെക്ക് ദ each item in the set of elements until it matches the searched element till the end of the data collection. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ കളക്ഷൻ്റെ അവസാനം വരേക്കും ഈ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള നമ്പർ ചെക്ക് ചെയ്യും നമ്മുടെ കയ്യിലുള്ള സെറ്റ് ഓഫ് എലമെൻസിൽ നിന്ന്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഗിവൺ ഡേറ്റ ഈസ് അൺസോർട്ടഡ്, തന്നിട്ടുള്ള ഡേറ്റ സോർട്ടഡ് അല്ലെങ്കിൽ ലീനിയർ സെർച്ച് ആൽഗോരിതം പ്രിഫർ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ സോർട്ടഡ് അല്ലാത്ത ഡേറ്റാസിന് പ്രിഫർ ചെയ്യുന്ന ആൽഗോരിതമാണ് ലീനിയർ സെർച്ച് ആൽഗോരിതം. ഓക്കെ, അടുത്തത് സ്പേസ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റി ആണ്. ഓക്കെ, അപ്പം നമുക്ക് ലീനിയർ സെർച്ചിൽ എക്സ്ട്രാ സ്പേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n തന്നെയാണ്. എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ അറേ. ഓക്കെ, നെക്സ്റ്റ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബെസ്റ്റ് കേസിൽ ഓർഡർ ഓഫ് 1 ആണ്, വേഴ്സ്റ്റ് കേസിൽ ഓർഡർ ഓഫ് n ആണ്, ആവറേജ് കേസിൽ നമുക്ക് എത്ര എന്നുള്ളത് അറിയില്ല. ഓക്കെ, അടുത്തത് സ്യൂഡോകോഡ് ഫോർ ലീനിയർ സെർച്ച് ആൽഗോരിതം ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം, നമുക്ക് പ്രൊസീജിയർ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രൊസീജിയർ ലീനിയർ സെർച്ച്, അതിൽ ലിസ്റ്റും വാല്യൂ ആണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിലത്തെ ഓരോ ലിസ്റ്റിലെ ഓരോ ഐറ്റവും എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മാച്ച് ഐറ്റം എന്ന് പറയുന്നത് വാല്യൂവിനോട് ഈക്വൽ ആണെങ്കിൽ റിട്ടേൺ ദ ഐറ്റംസ് ലൊക്കേഷൻ. ഓക്കെ, ഐറ്റമിൻ്റെ ലൊക്കേഷൻ റിട്ടേൺ ചെയ്യാം. അല്ലാത്ത കേസ് നമുക്ക് ഇഫ് ക്ലോസ് ചെയ്യാം, ഫോർ ക്ലോസ് ചെയ്യാം, പ്രൊസീജിയർ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോഗ്രാം കോഡാണ് അടുത്തത് കാണിക്കുന്നത്. നെക്സ്റ്റ് ബൈനറി സെർച്ച് ആണ്. ബൈനറി സെർച്ച് ആൽഗോരിതത്തിൽ നമുക്ക് സ്പെസിഫിക് ഐറ്റം നമ്മൾ കമ്പയർ ചെയ്യുന്നത് മിഡിൽ മോസ്റ്റ് ഐറ്റവുമായിട്ട് നോക്കിയിട്ടാണ്. മിഡിൽ മോസ്റ്റ് ഐറ്റത്തിന് നമുക്കൊരു മാച്ച് ഉണ്ടാവുകയാണെന്ന് പറയുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് അതിൻ്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പോൾ മിഡിൽ ഐറ്റം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ സെർച്ച് ഐറ്റം ആണെങ്കിൽ അത് നമുക്ക് ലെഫ്റ്റ് സബ് അറേയുടെ സെൻട്രൽ ഐറ്റത്തിലേക്ക് പോകും. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് ഇപ്പോൾ മിഡിൽ ഐറ്റം സ്മോളർ ദാൻ ദ സെർച്ച് ഐറ്റം ആണെങ്കിൽ ഇറ്റ് വിൽ ഗോസ് ടു ദി റൈറ്റ് സബ് അറേ. റൈറ്റ് സബ് അറേയിലെ സെൻട്രൽ പോർഷനിലേക്ക് പോകും. ഓക്കെ, it keeps looking for an item until it find it and size of the subarrays reaches 0. ഓക്കെ, അപ്പോൾ നമുക്കത് അതിന് ആൻസർ കിട്ടുന്നത് വരേക്കും അത് ഈ സബ്ഡിവിഷൻ തുടർന്നുകൊണ്ടിരിക്കും, അത് 0 ആവുന്നത് വരേക്കും. ഓക്കെ, ഇനി ബൈനറി സെർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനൊരു സോർട്ടഡ് ഓർഡർ ആയിരിക്കണം ഉണ്ടാവേണ്ടിയിരുന്നത്. നേരത്തെ ലീനിയർ സെർച്ച് നമ്മൾ നോക്കിയപ്പോൾ അവിടെ അൺസോർട്ടഡ് ആയിട്ടായിരുന്നു ഐറ്റംസ് കിടക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ബൈനറി സെർച്ചിനകത്ത് സോർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ലീനിയർ സെർച്ചിനേക്കാളും ഫാസ്റ്റർ തന്നെയാണ്. നമുക്ക് സോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ സെർച്ചിനേക്കാളും ഫാസ്റ്ററാണ്. ഓക്കെ, പിന്നെ ബൈനറി സെർച്ച് യൂസ് ചെയ്യുന്നതും ഡിവൈഡ് ആൻഡ് കോൺകർ പ്രിൻസിപ്പിൾ ആണ്. ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് റൺ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് log n ആണ്. ദെൻ ബൈനറി സെർച്ചിൻ്റെ വേഴ്സ്റ്റ് കേസും ആവറേജ് കേസും എന്ന് പറയുമ്പോൾ ഓർഡർ ഓഫ് n log n ആണ്. ഓക്കെ, ഇനി ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആൽഗോരിതം എന്ന് പറയുന്നത്. ബൈനറി സെർച്ചിനകത്ത് നമുക്ക് പാരാമീറ്റേഴ്സ് ആയിട്ട് അറേ ഉണ്ടാവും, ഒരു സ്റ്റാർട്ട് ഉണ്ടാവും, എൻഡ് ഉണ്ടാവും, കീ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സോർട്ടഡ് അറേ ആയിരിക്കും, പിന്നെ അതിനൊരു സ്റ്റാർട്ട് ആൻഡ് എൻഡ് ലൊക്കേഷൻ ഉണ്ട്, നടുവിലൊരു സെർച്ച് കീയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബിഗിൻ, പിന്നെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ എൻഡ് ആണെങ്കിൽ ദെൻ മിഡ് ഈക്വൽ ടു സ്റ്റാർട്ട് പ്ലസ് എൻഡ് മൈനസ് സ്റ്റാർട്ട് ഡിവൈഡഡ് ബൈ 2. പിന്നെ ഇഫ് അറേ ഓഫ് മിഡ് ഈക്വൽ ടു കീ ദെൻ റിട്ടേൺ മിഡ് ലൊക്കേഷൻ. മിഡ് വാല്യൂ എന്ന് പറയുന്നത് അറേക്കാളും കൂടുതലാണെങ്കിൽ അറേ ഓഫ് മിഡ് ഇസ് ഈക്വൽ ടു കീ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ കീ, ദെൻ കോൾ ബൈനറി സെർച്ച് അറേ മിഡ് പ്ലസ് 1 എൻഡ്
കീ. ഓക്കെ, നമുക്കങ്ങനെ നമ്മൾ നേരത്തെ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്കൊരു ഡിവിഷൻ ചെയ്യണത്. ബൈനറി സെർച്ച് സെൻട്രൽ പോർഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൽ ചെക്ക് ചെയ്യുക, ഒരു പോർഷനിൽ ചെക്ക് ചെയ്യുക, അതില്ലെങ്കിൽ അടുത്തതിലേക്ക് പോവുക, അങ്ങനെയാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈനറി സെർച്ച് ഫംഗ്ഷൻ ആണ്. ബൈനറി സെർച്ച് ഫംഗ്ഷൻ ഉള്ളിലത്തെ പാരാമീറ്റേഴ്സ് വരുന്നത് അറേ, മിഡ് വൺ, എൻഡ് കീ. ഓക്കെ, okay, thanks for watching. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. See you on the next class. Bye.